ഒരാളും അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല. ആരും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, വലാ അംദയാ റസൂലല്ലാഹ്, അങ്ങ് രക്ഷപ്പെടൂല നബിയേ, അങ്ങും രക്ഷപ്പെടൂല റസൂലേ. ആ സമയത്ത് ഹബീബായ തിരുദൂതര് പറഞ്ഞതെന്തെന്നറിയോ? വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, പടച്ചവന്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ, അല്ലാഹു കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടില്ല സഹാബാ. സഹോദരങ്ങളെ, ഉഹദ് മലയോളം വലിപ്പം ചെയ്തിട്ട് അല്ലാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, തിഹാമാ പർവതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് പരലോകത്ത് വരുന്ന ഒരു ദാസനുണ്ട്. യജ്അലുഹല്ലാഹു ഹബാഉം മൻസൂറാ, അവന്റെ അമലുകളെ അപ്പൂപ്പൻ താടി പോലെ, ചേമ്പിലയിൽ വീണ മഴത്തുള്ളി പോലെ, ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ, ഒരു കുമിള പോലെ അല്ലാഹു അതിനെ ഒന്നുമല്ലാത്ത ധൂമധൂളിയാക്കി കളയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അമലുകളൊക്കെ കെട്ടി വലിയ ടോറസ് ഒക്കെ വിളിച്ച് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് പറയാണ്, അള്ളാന്റെ കരുണ ഇല്ലാതെ പറ്റൂല. ഈ കൈയൊന്ന് ഉയർത്തണമെങ്കിൽ, ഈ വിരളൊന്ന് ഉയർത്തണമെങ്കിൽ, ഈ കണ്ണിന്റെ പോളവൊന്ന് അനക്കണമെങ്കിൽ, ഈ മൂക്കിന്റെ അഗ്രഭാഗത്തുള്ള ഒരു രോമത്തിൽ പോലും നമുക്ക് അവകാശമില്ല. അറിയോ, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നൊരു അതിഥി തൊഴിലാളി കോട്ടുവ വിട്ടു രാത്രി. ആ കോട്ടുവ വിട്ട വായടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആശുപത്രിയിലെ ഡോക്ടർമാർ വരേണ്ടി വന്നു. കാരണം എന്താ? വാ തുറന്നു തന്നെ ഇരുന്നു. അവസാനം റെയിൽവേ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർമാർ വന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്തപ്പോഴാണ് അവന്റെ വായ ഒന്ന് അടഞ്ഞത്. എന്നാലോചിച്ച് നോക്കി, തുറന്ന വായ അടയ്ക്കാൻ പറ്റാതെ, വലിച്ചു കയറ്റിയ ശ്വാസത്തെ തിരിച്ചുവിടാൻ അനുവദിക്കാതെ, ആ പുറത്തേക്ക് വിട്ട ശ്വാസോച്ഛ്വാസത്തെ തിരിച്ചു ശ്വാസമായി എടുക്കാൻ അനുവദിക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിച്ചു വെച്ചാൽ എന്താ ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊണ്ടയ്ക്ക് താഴെ നമ്മൾ കുടിക്കുന്ന ഖലീഫ ഹാറൂൺ റഷീദിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഈ കുടിക്കാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തപ്പോ ആ പച്ചവെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, എന്റെ സാമ്രാജ്യത്വത്തിന്റെ പകുതി ഞാൻ കൊടുത്തിട്ട് ചികിത്സിക്കുമെന്ന് പറഞ്ഞു. കുടിച്ച വെള്ളം മൂത്രമായി പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക? പകുതി സാമ്രാജ്യം കൂടി ഞാൻ കൊടുത്തിട്ട് ചികിത്സിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഉപദേശി, ഇത്രയേ ഉള്ളൂ ദുനിയാവ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് കളയുന്ന അത്രയേ ഉള്ളൂ ദുനിയാവ്. എത്ര ഉണ്ടാക്കിയാൽ എത്ര ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, എത്ര ഇരിക്കാൻ പറ്റുന്നില്ല, എത്ര ആളുകൾക്ക് കിടക്കാൻ പറ്റുന്നില്ല, എത്ര ആളുകൾക്ക് ഉറക്കമില്ല, എത്ര ആളുകൾക്ക് ശരീരം. എനിക്ക് എത്ര ഈ ഓട്ടത്തിനിടയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എവിടാന്ന് ഓർക്കുന്നില്ല. ഒരു മകനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് ചൊറിച്ചിലാണ്, ചൊറിച്ചിൽ എപ്പോഴും ഇങ്ങനെ ശരീരം ചൊറിയണം, വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. 23 വയസ്സുള്ള ഒരു പൊന്നുമോളുടെ നിക്കാഹ് നടക്കണം. അതിന് ഉസ്താദ് സാമ്പത്തികമായി സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് എന്റെ ജുമാ പള്ളിയിൽ എന്റെ ജില്ലക്കാരനായ ഒരു സഹോദരൻ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു നിന്നാ മതി, ഞാൻ പറഞ്ഞോളാം. ഉസ്താദേ, എന്റെ മകളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണം, എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൾക്ക് എന്താണ്? ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു തന്നു. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചു, ക്യാൻസർ ആണോ? പറഞ്ഞു, ഒരസുഖവും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്റെ മകൾക്കില്ല, ഒരു ജലദോഷം പോലും ഇല്ല. 23 വയസ്സുള്ള എന്റെ മകൾ. ഞാൻ ചോദിച്ചു, ക്യാൻസർ ആണോ എന്ന് ചോദിക്കാൻ കാരണം, തലയോട്ടിയിൽ ഒരു മുടിയില്ല, ഒരു മുടിയില്ല, ഒരു മുടി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? 40ന്റെ അന്ന് മുടികളച്ചിലിന്റെ 40ന്റെ അന്ന് മുടികളയുന്ന ഒരു ശൈലിയുണ്ട്, മുടികളച്ചിൽ. 40ന്റെ അന്ന് പ്രസവിച്ച്
ആ 40ന്റെ അന്ന് എന്റെ കുഞ്ഞിന്റെ തലമുടി എടുത്തതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട മകളുടെ തലയോട്ടിയിൽ ഒരു രോമം പിന്നെ കളിച്ചിട്ടില്ല. ഇന്ന് 23 വയസ്സായി. എന്റെ മകൾക്കൊരു കല്യാണം ശരിയായിരിക്കുകയാണ്. എന്റെ മകൾ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അവൾക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇച്ചിരി മുടി കുറഞ്ഞു പോയാൽ നമുക്ക് സഹിക്കുവോ? ഒരല്പം മുടി കുറഞ്ഞു പോയാൽ പെൺകുട്ടികൾക്ക് സഹിക്കുവോ? ആ രീതിയിൽ ഒരു മുടി തലയോട്ടിയിൽ ഇല്ലാത്ത ഒരു പെങ്ങളുടെ കഥ ഓർത്ത് നോക്കി. എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഒരു അസുഖവും അള്ളാഹു തന്നില്ല. അവന്റെ കരുണ കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെയാണ് ദുആ. ഏത് അസുഖമുള്ളവരെ കണ്ടാലും ദുആ ഇറക്കണം. അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. എഴുതി പഠിച്ചോളി. ഇത് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കേട്ടിട്ട് നിങ്ങൾ ഈ ദുആ എഴുതിയെടുത്ത് പഠിക്കണം. ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞു തരും. അൽഹംദുലില്ലാഹ് അല്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. ക്യാൻസർ രോഗി കാണുമ്പോൾ ഇത് ചൊല്ലിയാൽ ആ രോഗം നിനക്ക് വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് രോഗികളെ, ഏതൊക്കെ രോഗികളെ കണ്ടാലും അവരുടെ മുന്നിൽ വെച്ച് ചൊല്ലരുത്. അവർ കേൾക്കത്തക്ക നിലയിൽ ചൊല്ലരുത്. സഹിക്കാൻ പറ്റില്ല. നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. ഒരാൾക്ക് രോഗമാണ്, തലവേദനയാണ്, നിസാരമായ മൈഗ്രീന്റെ തലവേദനയാണെന്ന് അറിയുമ്പോ പറഞ്ഞു അൽഹംദുലില്ലാഹ്. നിനക്ക് സർവസ്തുതി റബ്ബേ അല്ലദീ യഅഫാനി മിമ്മ ബതലാക ബിഹി. എന്നെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണം തരാതെ എന്നെ സുഖപ്പെടുത്തിയ എന്റെ റബ്ബേ നിനക്കാണ് സർവസ്തുതി. വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹു നമ്മളെ ഏറ്റവും ശ്രേഷ്ഠരാക്കിയിരിക്കുകയാണ്. ഈ ദുആ ചൊല്ലിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രോഗം നിനക്ക് വരില്ല, ആ രോഗം നിനക്ക് വരില്ല. നമ്മൾ ഇതൊക്കെ എടുത്ത് ഓതണം. അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമ്മുടെ അമലുകൾ സ്വീകരിക്കൂല. അവന്റെ കരുണയില്ലാതെ നമുക്കൊരു കൈ ഒന്ന് ഉയർത്താൻ കഴിയില്ല. ഒന്ന് ശരീരത്തിന്റെ ഒരവയവങ്ങൾ നമുക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഗുണവാന്മാരിൽ അള്ളാഹുവിന്റെ കരുണ ഇതാ അടുത്തു തന്നെയാ ഉള്ളത്. അള്ളാഹു തൊട്ടടുത്തുണ്ട്. അവന്റെ നിസ്റാകുന്ന സഹായം അടുത്തുണ്ട്. അവന്റെ കരുണയാകുന്ന റഹ്മത്ത് അടുത്തുണ്ട്. അവസാനമായി ഒന്നുകൂടി ഞാൻ പറയാ, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നബയിൽ പറഞ്ഞതെന്താ? അമ്മ യതസാഅലൂ അനിൻ നബഇൽ എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ അവസാന വചനം ഇങ്ങനെയാണ്, ഇന്നാ അർനാകും അദാബൻ ഖരീബാ യൗമ യൽറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നബ അമ്മ എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ അവസാന ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. തൊട്ടടുത്ത് തന്നെ നിങ്ങളെ ഞാൻ പിടികൂടുന്നതാ. എന്റെ ശിക്ഷയും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അല്ലാഹു അടുത്തല്ല, അല്ലാഹു മാത്രമല്ല അടുത്തുള്ളത്. അവന്റെ സഹായം മാത്രമല്ല അടുത്തുള്ളത്, അവന്റെ കരുണ മാത്രമല്ല അടുത്തുള്ളത്. അവനെ പറയുന്നു, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. എന്റെ ശിക്ഷയും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. യൗമ യൽറുൽ മർഉ മാ ഖദ്ദമത് യദാ. അതുകൊണ്ട് ഓരോരുത്തരും അവർ ഇന്നലെ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക. കഴിഞ്ഞ മഗ്രിബിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു, നാളെ ചിന്തിക്കണം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. അല്ലാഹു പറയുകയാണോ, യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ.
സഹോദരങ്ങളെ, ഓരോ മനുഷ്യരും നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പില് ഞാൻ എന്താ ഇന്നലെ ചെയ്തത്, എന്താ എന്റെ കയ്യിലുള്ളത്, എന്റെ അക്കൗണ്ടിൽ എന്താ ബാലൻസ് ഉള്ളത്, എന്റെ ബാക്കി പത്രമായിട്ട് എന്താ അമലുകളുള്ളത്, ഇത് ചിന്തിച്ചിട്ട് ഓരോ മനുഷ്യനും നാളെ പരലോകത്ത് പറയുന്നത് യാ ലൈതനീ കുന്തു തുറാബാ, പടച്ചവനെ ഞാനും മണ്ണായെങ്കിലല്ല. അതെപ്പോഴാ പറയുന്നതെന്നറിയോ? ഈ മലപ്പുറം ജില്ലയിലെ തുരൂരിലെ സൗത്തന്നാരയിലെ നിങ്ങളെയും അങ്ങ് തിരുവനന്തപുരം ജില്ലക്കാരനായ എന്നെയും നാളെ പടച്ചവന്റെ പ്രവിശാലമായ കോടതി ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മനുഷ്യറാ എന്ന പടച്ചവന്റെ കോടതി, ആ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ പടച്ച തമ്പുരാന്റെ കോടതിയിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നു. പക്ഷിപറവാദികൾ വരുന്നുണ്ട്, മൃഗങ്ങൾ വരുന്നുണ്ട്, ഇഴജന്തുക്കൾ വരുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാ. അവസാനം അവരോട് ചില വിചാരണകൾ നടത്തിയിട്ട് ആ വിചാരണ പൂർത്തീകരിക്കുമ്പോ ആ മൃഗങ്ങളോട് ഇഴജന്തുക്കളോട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, കൂനൂ തുറാബാ, നിങ്ങളും മണ്ണായി പോകൂ എന്നല്ലാഹു പറയുമ്പോ അവിടെ ഞാനും നിങ്ങളും നിന്നുകൊണ്ട് അമലുകളൊന്നുമില്ലെങ്കിൽ, നമ്മുടെ കൈവശം സുഹൃതങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനും നിങ്ങളും വിളിച്ചു പറയും യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഈ കഴുതയെ പോലെ മണ്ണായെങ്കില്, ഞാനും ഈ നായയെ പോലെ മണ്ണായെങ്കില്, ഞാനും ഈ പറവകളെ പോലെ മണ്ണായെങ്കില് യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും മണ്ണായി മാറിയെങ്കിൽ തമ്പുരാനെ എന്ന് ഞാനും നിങ്ങളും നാളെ പരലോകത്ത് പറഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബ് 40-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നാളത്തേക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം, നാളത്തേക്ക് വേണ്ടി തയ്യാറാകണം. അതാണ് വിശുദ്ധ റമളാനിന്റെ സന്ദേശമായി, അതിന്റെ മുന്നൊരുക്കമായി എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ 4 കാര്യങ്ങളാണ്. പരിശുദ്ധ റമളാന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, അല്ലാഹു നിങ്ങളെ തൊട്ടടുത്തുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. അല്ലാഹു തൊട്ടടുത്തുണ്ട്. റമളാന്റെ മുന്നോടിയായി ചില ആളുകളുണ്ട് റമളാനെ നന്നാകാൻ തീരുമാനിക്കും, നടക്കൂല. റമളാനെത്തി ആദ്യത്തെ 10 ആവുമ്പോൾ ചിന്തിക്കും എന്തായാലും ഇത്രയും പോയി, രണ്ടാമത്തെ 10 വരട്ടെ, 17 രാവിന് നന്നാകാം. 17 രാവ് ബദർ ദിനമാണല്ലോ, ബദർ ദിനം എത്തുമ്പോൾ ചിന്തിക്കും എന്തായാലും ഇനി 3 ദിവസം കൂടെ ഉള്ളു, മൂന്നാമത്തെ 10 ആവട്ടെ. കാരണം 21-ാം രാവ് മുതലുള്ള രാവുകൾ ഫലപ്രദമായ രാവുകളാണ്, നന്നാകാം. 21 ആകുന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ 10ലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തായാലും ഇത്രയായി. 27 രാവിലെ ഒരൊറ്റ തൗബയോടുകൂടി ഞാൻ എന്റെ ജീവിതത്തെ ഏറ്റവും ഉത്കൃഷ്ടമാക്കും. 27 രാവെത്തുമ്പോഴ് അവന് പള്ളിയിൽ വരാനും പറ്റൂല, അവന് വന്നാൽ തന്നെ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് ഓടുന്നതല്ലാതെ അടങ്ങി അവിടെ ഇരുന്ന് എഴുത്തിക്കാഫിരുന്ന് കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് സങ്കടത്തിന്റെ കണ്ണീർ നയാഗ്ര തീർത്തവന്റെ കവിൽ തടത്തുകളെ ചാലുകൾ സൃഷ്ടിക്കാൻ അവന് കഴിയാതെ വരുന്നു. അവസാനം 3 ദിവസമുണ്ട്, 28, 29, 30 കിട്ടിയാൽ ഇല്ലെങ്കിൽ തന്നെ ആ 2 ദിവസങ്ങളില് ഭാര്യയുമായിട്ട് പർച്ചേസിന് പോകും. പെരുന്നാൾ ആഘോഷിക്കണ്ടേ? പെരുന്നാളായാൽ പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു പുതിയ സിനിമ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് ചിന്തിക്കും റമളാനിൽ നന്നായില്ല, പിന്നെ ഇനി ഞാൻ നന്നാകണം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെ, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ. ദുനിയാവും പെണ്ണും പടക്കോഴിയും ആസ്വാദനങ്ങളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വനത്തിൽ പോയി സന്യസിക്കാൻ പോയ ഒരു സ്വാമിയുടെ കഥയുണ്ട്, ഒരു സന്യാസിയുടെ കഥ. അയാൾ അവിടെ ചെന്നു, എനിക്ക് പെണ്ണും വേണ്ട പടക്കോഴിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം, ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ഒരു സന്യസിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അവസാനം ഒരു ടെന്റ് കെട്ടി വനാന്തരത്തിൽ ആരാധന തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആകെ എലിശല്യം, ആരാധനകൾക്ക് പറ്റുന്നില്ല, തടസ്സം. ആരോ ഒരു മുരീദ് പറഞ്ഞു കൊടുത്തു, എലിയെ ഓടിക്കാൻ പൂച്ചയ്ക്ക് കഴിയൂ, അതുകൊണ്ടൊരു പൂച്ച വാങ്ങാൻ പറഞ്ഞു. അടുത്ത് പൂച്ച വാങ്ങി.
പൂച്ചയ്ക്ക് എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക? കാട്ടിലാരാ ഭക്ഷണം കൊടുക്കുക? ആരോ മറ്റൊരാൾ പറഞ്ഞു കൊടുത്തു, ഒരു പശുവിനെ വാങ്ങി അതിന്റെ പാല് പൂച്ചയ്ക്ക് കൊടുത്താൽ മതി. അങ്ങനെ പശുവിനെ വാങ്ങി. പശുവിനെ ആര് നോക്കും? വേറൊരാൾ പറഞ്ഞു കൊടുത്തു, നമുക്കൊരു പെണ്ണുണ്ട്, ആ പെണ്ണ് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, അവള് പശുവിനെ നോക്കും, പാലും കറക്കും, പൂച്ചയ്ക്ക് പാലും കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണിനെ കൊണ്ടുവന്ന് ടെന്റിനകത്ത് നിർത്തി. അവസാനം ദിവസങ്ങൾ ആഴ്ചകളായി മാസങ്ങളായി പെണ്ണ് പ്രസവിച്ചു. സന്യാസി വീണ്ടും അച്ഛനായി, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് തന്നെ പോകും മനുഷ്യൻ. നന്നാവാൻ തീരുമാനിച്ചാൽ അടുത്ത നിമിഷം ആക്കരുത്, അപ്പൊ നന്നാകണം. അന്ന് നന്നാകണം, ആ നിമിഷം നന്നാകണം. അങ്ങനെയല്ലേ മദ്യനിരോധനത്തിന്റെ തിരൂരാ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു. തിരൂര് തന്നെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നു. അവിടെ ഇപ്പോഴൊന്നുമല്ല, ഇത്തിരി മുമ്പായി, 2 കൊല്ലായി പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എവിടാന്ന് എനിക്ക് ഇത്ര പിടുത്തമില്ല. അപ്പോ അന്ന് പുതുവർഷ പുലരിയാണോ തിരുവോണ നാളാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ അദ്ദേഹം ധീരമായിട്ട് ഇങ്ങനെ അഭിമാനത്തോടെ വികാരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ലോകരാഷ്ട്രങ്ങളിൽ ഒരു സെൻസസ് എടുത്തു. ലോകരാഷ്ട്രങ്ങളിൽ, ഇന്ത്യയിലല്ല, ലോകരാഷ്ട്രങ്ങളിൽ. അതില് ഈജിപ്ത് ഉണ്ട്, അതില് സൗദി ഉണ്ട്, അതില് പിന്നെ കുവൈറ്റ് ഉണ്ട്, അതില് ഷാർജയുണ്ട്, ഇങ്ങനെയുള്ള വലിയ വലിയ ഇറാഖ് ഉണ്ട്, ബഗ്ദാദ് ഉണ്ട്, നജഫ് ഉണ്ട്, ഒരുപാട് ഇസ്ലാമിക സംസ്കൃതിയുള്ള നാടുകളിലൊക്കെ ഉള്ള കണക്കെടുത്തിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം നടക്കുന്നത് എവിടാണെന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ മതവിദ്യാഭ്യാസം നടക്കുന്നത് എവിടെയാണ് എന്ന ഒരു സെൻസസ് എടുത്തപ്പോൾ ഏഷ്യാ ഭൂഖണ്ഡത്തില്, ഇന്ത്യ രാജ്യത്തില്, കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസമുള്ളത് എന്ന് ലോകരാഷ്ട്രങ്ങൾ എല്ലാ കണക്കുകളും നോക്കിയപ്പോൾ ഉണ്ടായ ഒരു റിസൾട്ടാണ്. അദ്ദേഹം പറഞ്ഞു, തിരൂരുകാരായ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം ഇരുന്നു, ഞാൻ പ്രസംഗത്തിന് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, അതിൽ മാത്രമല്ല അഭിമാനിക്കാനുള്ളത്, തൊട്ടു മുമ്പ് ബിവറേജിന്റെ കണക്ക് വന്നതിൽ 1-ാം സ്ഥാനം ഇതേ തിരൂരാണ്. അതിലും അഭിമാനിക്കാം. കേരളത്തിന്റെ ബിവറേജിന്റെ കണക്ക് വന്നപ്പോ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ എന്നോട് ഒരു സുഹൃത്ത്, പരിസരത്ത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, പരിസരത്ത് എവിടെ വാഴ കേൾക്കാനും കൂടെ വരും. അപ്പൊ ഞാൻ വന്ന് അറിഞ്ഞില്ല എന്നാ തോന്നുന്നത്, അതുകൊണ്ടില്ലെങ്കിൽ അദ്ദേഹം കറക്റ്റ് എത്തിയേനെ. എന്നോട് പറഞ്ഞു, ഉസ്താദെ തിരൂരുകാരൻ നിങ്ങൾ അങ്ങനെ കാണരുത്, അത് പല സ്ഥലത്ത് തിരുനാവായെന്നും അവിടെ നിന്നും അതുപോലെ തന്നെ പിന്നെ താനൂരിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ആളുകൾ വാങ്ങുന്നതാണ് ഔട്ട്ലെറ്റിൽ നിന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ശക്തമായി നിരോധനത്തിന്റെ സൂക്തമിറക്കിയപ്പോൾ കള്ള് ചെറിയ കപ്പിലേക്ക് പകർന്നുകൊണ്ടിരുന്നവർ ചുണ്ട് കപ്പ് ലിപ്പിലേക്ക് ചേർത്ത് വെച്ചിട്ട് കള്ള് കുടിക്കാൻ വേണ്ടി വായയിൽ കൊണ്ടവർ അവരുടെ ഷാപ്പിനകത്ത് വലിയ വലിയ ഗ്യാരൻ നിറച്ചിട്ട് മദ്യം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരുന്നവർ, ചിലരുടെ കടയിൽ, ചിലരുടെ ഗ്ലാസിൽ, ചിലരുടെ ചുണ്ടിൽ, ചിലരുടെ കവിളിൽ ചില ആളുകൾ കുടിച്ച് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരൊറ്റ ആയത്ത്, ഒരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുന്തഹൂ. സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു ചോദിച്ചതാണ്, ഫഹൽ അൻതും മുന്തഹൂ. മദ്യം നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം അല്ലാഹു ചോദിച്ചപ്പോ അകത്തളങ്ങളിൽ, കന്നാസുകളിൽ, ഒരുപാട് ഗ്യാരനുകളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം കേട്ട് ഓടിച്ചെന്നിട്ട് ആ കന്നാസുകളെ പാത്രങ്ങളെ അടിച്ചു പൊട്ടിച്ച് മദീനയിലൂടെ മദ്യത്തിന്റെ
റഹ്മത്തിന്റെ പുഴകൾ ഒഴുക്കിപ്പോയി സഹാബത്ത്. ചെറിയ കപ്പുകളിലേക്ക് പകർന്നവരത് കളഞ്ഞു ദൂരേക്ക്, ചൂണ്ടിലേക്ക് ചേർത്ത് വെച്ച കപ്പുകളെല്ലാം പുറത്തേക്ക് തള്ളിയിട്ട് വായിൽ കിടന്നതിനെ തുപ്പിക്കളഞ്ഞു. നടന്നു പോകുന്ന പാതയോരത്തൊരു സഹാബിയോട് വിളിച്ചു പറഞ്ഞു, കള്ള് നിരോധനത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാ. രണ്ടുപേരുടെ തൊണ്ടക്കുടിയിലേക്കിട്ട് ആ തൊണ്ടക്കുടിയിൽ നിന്ന് ഛർദിച്ചിട്ട് ആമാശയത്തിൽ കിടന്ന കള്ളിന്റെ അവസാന തുള്ളിയും പുറത്തേക്കെടുത്ത് കളഞ്ഞ ധീരസഹാബത്ത് പോയ സ്വർഗമല്ലേ നമ്മൾ കുതിക്കുന്നത്? അവർക്ക് വന്ന റമളാനല്ലേ നമുക്കും വരുന്നത്? അവര് അനുഭവിച്ച, അവര് ആസ്വദിച്ച, അവര് അംഗീകരിച്ച പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ചൈതന്യമല്ലേ എനിക്കും നിങ്ങൾക്കും വരുന്നത്? അന്ന് 40 ഇല്ലല്ലോ, അന്ന് 40 നോമ്പില്ലല്ലോ. അന്നും പിറകണ്ടാൽ 29, പിറകണ്ടില്ലെങ്കിൽ പൂർത്തീകരിച്ച് 30. ഈ രീതിയിൽ സഹാബാക്കള് നോമ്പ് പിടിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ 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 ഈ നാളെ നാളെ നാളെയിൽ ഒരു വിശ്വാസവും വേണ്ട. നാളെ നാളെ അതിൽ ഒരു വിശ്വാസവും വേണ്ട, ഒരിക്കലും വേണ്ട. കാരണം നാളെ നാളെ എന്നത് നീളം നീളം പോകും, അതിൽ ഒരു സംശയവും ഇല്ല. ലോട്ടറി കച്ചവടക്കാരെന്താ പറയുന്നത്? നാളെ 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 എന്ന് പോയാലും ഇത് തന്നെ കേൾക്കാവുന്നത് അല്ലേ? ഇന്ന് പോയാൽ നാളെ എന്ന് കേൾക്കും. നാളെ വ്യാഴാഴ്ച പോലും പറയും നാളെ, അതുപോലെ വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച പോലും പറയും നാളെ, ശനിയാഴ്ച. ഈ എടുക്കുന്ന ടിക്കറ്റ് അടിക്കുകയില്ല എന്ന് നാളെ നാളെ നാളെ. അതേപോലെയാണ് നമ്മുടെയും അവസ്ഥ. നാളെ നന്നാകാം, നാളെ നന്നാകാം, വേണ്ട. ഈ പ്രിയപ്പെട്ട മുനവ്വിറുൽ ഇസ്ലാം മദ്രസയുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ രാത്രി ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച രാവ്, അവസാന വ്യാഴാഴ്ച രാവ്, ഇനി ഒരു വ്യാഴാഴ്ച രാവ് നമുക്കുണ്ട്. അന്ന് നമ്മൾ ഈ സമയത്ത് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലായിരിക്കും. അത്താഴത്തിന് വേണ്ടി സഹോദരിമാര് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും. കാരണം ഇനി വരുന്ന വ്യാഴാഴ്ച രാവ് റമളാൻ മാസത്തിന്റെ രാവാണ്. അടുത്തെത്തി, ഏറ്റവും അടുത്തെത്തി. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുത്ത് നമുക്ക് പിരിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ നയങ്ങളും നിലപാടുകളും വളരെ കൃത്യമായി പക്വമായി നമ്മൾ അംഗീകരിക്കുകയും ആ പരിശുദ്ധമായ ഖുർആനിനെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഒരു കാര്യം കൂടി പറയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമീപസ്ഥനാണ്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാം, നിങ്ങൾ ചോദിക്കൂ ഞാൻ തരാം, അല്ലാഹ് പറഞ്ഞതാണ്. രണ്ടാമത് അവന്റെ നസ്ർ അടുത്ത് തന്നെ ഉണ്ട്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹ് പറയുന്നു സഹായം അടുത്തുണ്ട്, നിങ്ങൾ എന്നോട് സഹായം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് സഹായം തരാം. മൂന്നാമത് പറഞ്ഞു ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അല്ലാഹു തആല അവന്റെ കരുണ, അവന്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്നു. മുഹ്സിനീങ്ങളാകുക. നാലാമത് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നന്നാകാൻ തയ്യാറല്ല എങ്കിൽ നാളെ പരലോകത്ത് വന്നിട്ട് നിങ്ങൾ പറയും, അല്ലാഹുവേ യലൈതനി കുന്തു തുറാബാ, ഞാനും മണ്ണായെങ്കിലെന്ന്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇന്നാ അന്തരനാകും അദാബന ഖരീബാ, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ശിക്ഷയിലാ പടച്ചവൻ മുന്നറിയിപ്പ് തരികയാണ്. അതിൽ ഞാനും പെടൂലേ, നിങ്ങളും പെടൂലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചവന്റെ പരീക്ഷണങ്ങൾ വരാറ് നമ്മൾ ഈ ലോകത്ത് സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് അല്ലാഹു ഒരു വലിയ പരീക്ഷണം നമുക്ക് തരാത്തതെന്നറിയോ? നമ്മുടെ മിടുക്കുകൊണ്ടല്ല, അല്ലാഹു പൊട്ടരാണെന്ന് കരുതരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് നിങ്ങളുടെ ശിക്ഷ നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ടെന്നുള്ള പറയുമ്പോ അല്ലാഹു ശിക്ഷ തരാതെ നമ്മൾ കാത്തതിന്റെ പിന്നിൽ ഒരു കവി പറയുന്നുണ്ട്. എന്താ കാര്യമെന്നറിയോ? ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുകൂ വസുബിയത്തും മിനൽ യതാമാറുല്ലാഹു വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുതൂ സുബ്ബ അലൈകുമുൽ അദാബുൽ ലൗജൂ. അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും
അമ്മിഞ്ഞ പാൽ നുകരുന്ന യതീമക്കളും മൈതാനിയിൽ മേയുന്ന കാലിമൃഗങ്ങളും ഇല്ലേ അദാബ് തലയ്ക്ക് മീതെ ചൊരിഞ്ഞതും. 4 കാരണങ്ങൾ കൊണ്ട് അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കാത്തത്. ഇല്ലെങ്കിൽ എന്നെ അല്ലാഹു തആല നേരെ എടുത്ത് തിരിച്ചു വെച്ചേനെ ഭൂമി. നമ്മളെ സ്വഭാവം അങ്ങനെയല്ലേ? ഏതാ 4 കൂട്ടര്? ആ 4 കൂട്ടരും ഇവിടെ ഉണ്ടാവും. ഒന്ന് ലൗലാ ശുയൂഖുൽ ഇലാഹി റുകഉ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനു വേണ്ടി റുകൂഇലും സുജൂദിലുമായി കഴിയുന്ന വൃദ്ധജനങ്ങൾ, അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേച്ച് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടും ഒരു വടിയുടെ സഹായത്തോടെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്ന പ്രായാധിക്യം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഈ ലോകത്ത്, AI-യുടെ ലോകത്ത് നമ്മൾ അവർക്ക് വിളിക്കുന്ന പേരെന്താണ്? തന്തവൈബ്. ആ ഒരു തന്ത ഈ ഭൂമിയിലുള്ളത് കൊണ്ട് അമ്മിഞ്ഞ പാൽ നുകരുന്ന യതീമക്കളും, ചെറിയ മക്കള്, വാപ്പയില്ലാത്ത പിഞ്ചോമനകൾ, വാപ്പ മരണപ്പെട്ടു പോയ പിഞ്ചോമന മക്കൾ, മുലപ്പാലിന്റെ മണം വിട്ടുമാറാത്ത പിഞ്ചോമന പൈതലുകൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ട് മൈതാനിയിൽ മേയുന്ന കാലിമൃഗങ്ങളോ ഇല്ലേ അദാബ് തലയ്ക്ക് മീതെ ചൊരിഞ്ഞതോ. മൈതാനിയിൽ മേഞ്ഞു നടക്കുന്ന കുറെ കാലി മൃഗങ്ങളുണ്ട്. ഇതൊന്നും അറിയുന്നില്ല. അവർക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, അവർക്ക് തക്ലീഫും ഇല്ല, അവർക്ക് ഔറത്തും മറക്കണ്ട, അവർക്ക് അമ്മ അച്ഛൻ ഇതൊന്നും ബന്ധമില്ല. ഇതൊന്നുമില്ലാതെ അല്ലാഹു തആല ഒരു പാഴ് ജന്മമായി വളർത്തുന്ന പാഴ് ജീവികളായി മാറ്റിയിട്ടുള്ള ഇവിടത്തെ കുറെ മൃഗങ്ങളും ഉണ്ടായത് കൊണ്ടാണ്. അഥവാ ഇവിടെ കിടന്ന നായ്ക്കൾ ഓടുമ്പോഴും, ഇവിടത്തെ കഴുതകൾ ഓടുമ്പോഴും, ഇവിടത്തെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴും ആ മൃഗങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മളെ ശിക്ഷിക്കാത്തത്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ വരുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ അടുത്ത് തന്നെ ഉണ്ട്. ആ ഒരു ബോധത്തോടു കൂടി റമളാനെ വരവേൽക്കുക.